എനിക്ക് കൃപാസനം എന്താണെന്നോ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ദിവസം നൈറ്റ് കഴിഞ്ഞ് ടയേർഡായിട്ട് വരുമ്പോൾ ബ്ലൂ കളർ എന്തോ കിടക്കുന്നത് കണ്ടു. അത് ഞാൻ എടുത്തു നോക്കിയപ്പം ഒരു കാശുരൂപമാണ്. അതെനിക്കറിയത്തില്ല, അതെന്താണെന്നോ ഒന്നും അറിയത്തില്ല. ഞാൻ അതുമായിട്ട് വന്നു യൂട്യൂബൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കൃപാസനത്തിലെ കാശുരൂപമാണെന്ന് എനിക്ക് മനസ്സിലായി. ആരുടെയോ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടതായിരുന്നു. ഞങ്ങളുടെ ആ ഭാഗത്ത് അധികം അങ്ങനെ ഇന്ത്യൻസും കേരളീറ്റ്സും ഒന്നും താമസിക്കുന്നുമില്ല. അതെൻ്റെ കൊന്തയിൽ തന്നെ ഇട്ടു. പിന്നെ ഒരു ദിവസം ഡ്യൂട്ടിക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പേടിയായി, കാരണം ഈ കൊന്തയില്ലാതെ ഞാൻ ഒരിക്കലും ഡ്യൂട്ടിക്ക് കയറുകയല്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. എൻ്റെ ഹൗസ് മേറ്റ് ഉണ്ടായിരുന്നു അവിടെ. ആ കുട്ടിയോട് പറഞ്ഞു, എൻ്റെ വീടിൻ്റെ വാതിക്കൽ ഒന്ന് നോക്കാമോ, എൻ്റെ കൊന്തയും ഇതുകൊണ്ടോ, ഞാൻ ചിലപ്പോൾ താക്കോലെടുത്തപ്പോൾ താഴെ പോയതായിരിക്കുമെന്ന്. അവൾ പെട്ടെന്ന് നോക്കി. അപ്പോൾ എൻ്റെ കൊന്ത വേറെ, കാശുരൂപം വേറെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ താഴത്തെ നിലയിൽ താമസിക്കുന്നത് ഒരു മലയാളി ഫാമിലി ആണെങ്കിൽ അവർ വേറൊരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അവർ പറഞ്ഞു, ചേച്ചി ഒരു കൊന്ത കിട്ടിയിട്ടുണ്ട്, കാശുരൂപവും കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവരും അതെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം താങ്ക് യു പറയാൻ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഇതെൻ്റെ കാശുരൂപമാണ്, എനിക്കിത് നഷ്ടപ്പെട്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ മാതാവിൻ്റെ കാശുരൂപം, അവർ ഉടമ്പടിയിലെടുത്ത ആ കാശുരൂപം ആ വീട്ടിൽ നിന്ന്, ഞങ്ങൾ മുകളിലത്തെ നിലയിലും അവർ താഴത്തെ നിലയിലുമാണ് താമസിക്കുന്നത്, അതിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് അത് പോയിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. എല്ലാ ദിവസവും തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുക, എന്നും പിള്ളേരുടെ അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പോയി ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ പോകണം എന്ന്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത്ഭുത മാതാവ് കൂടെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതിനുശേഷം എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല.